കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തുടർച്ചയായ രണ്ടാം ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണങ്ങളുമായി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നത്. ഹിന്ദു ദിനപത്രം വളരെ സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ് അവരുടെ പല റിപ്പോർട്ടുകളിലൂടെയും പുറത്തു കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം അതിനു പിറകെ ഇത് ഇന്ത്യൻ എക്സ്പ്രസും പുതിയൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു. അതേക്കുറിച്ചും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോട് ആ തെളിവുകൾ ഉയർത്തിക്കാണിച്ച് വിശദീകരണം ചോദിച്ചു. ഇന്നും ഹിന്ദു ദിനപത്രം തെളിവുകൾ സഹിതം പുറത്തുവിട്ട ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രിയോട് ഇതേക്കുറിച്ച് വിശദീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: രാജ്യത്തെ ഒരു പ്രതിരോധ ഇടപാടിൽ രാജ്യത്തെ ഒരു പ്രമുഖ വ്യവസായി ഇടപെട്ടു, അതിനെ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ വഴിവിട്ട് സഹായിച്ചു തുടങ്ങിയ വളരെ കാര്യമാത്ര പ്രസക്തമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഈ ആരോപണത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്കറിയാം, അതിന് പിറകെയാണ് ഇപ്പോൾ CAG റിപ്പോർട്ട് പുറത്തു വന്നത്. പക്ഷേ ആ CAG റിപ്പോർട്ടിലും നിറയെ വൈരുദ്ധ്യങ്ങളായിരുന്നു. അക്കാര്യവും രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ: ഇത്രയധികം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ ഇത്രയധികം ആരോപണങ്ങൾ ഒരു BJP വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ചിട്ടും ഒരു 10 മിനിറ്റെങ്കിലും എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇതേക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഇനി തന്നോട് ചർച്ച വേണ്ട, കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള് എന്ന നിലയ്ക്ക് തന്നോട് നരേന്ദ്രമോദി ചർച്ച നടത്തണ്ട. പക്ഷേ മുതിർന്ന മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കളുമായി നരേന്ദ്രമോദി ഇതേക്കുറിച്ച്, ഈ റഫേൽ ഇടപാടിനെ കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഈ റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ നിന്നും എന്തിനാണ് പ്രധാനമന്ത്രി ഒളിച്ചോടുന്നത് എന്ന് രാജ്യത്തെ ജനങ്ങൾ താമസിയാതെ ചോദിച്ചു തുടങ്ങും. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ രാജ്യം ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു ആരോപണം തന്നെയാണ് റഫേൽ ഇടപാട്. അതേക്കുറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ടാണ് വിശദീകരിക്കാൻ കഴിയാത്തത് എന്ന സംശയമാണ് ബാക്കിയാകുന്നത്. വീണ്ടും വരും ദിവസങ്ങളിലും ആ റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിന്റെ കള്ളക്കളികൾ, അല്ലെങ്കിൽ മറ്റാർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങളും പുറത്തു വരാൻ പോവുകയാണ്. ജനങ്ങളോട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് വിശദീകരിച്ചാലും, നിങ്ങൾ വീട് വീടാന്തരം കയറി വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നാലും, നിങ്ങൾക്ക് ഈ റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങൾ എന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുകയാണ്.